ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് സ്പ്രിംഗ് സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് സീസൺ മുതൽ പിന്നെ അടുത്ത വിൻ്റർ വരെ ഒട്ടുമിക്ക വീക്കെൻഡ്സും ഇവിടെ ആഘോഷങ്ങളുടെ ടൈമാട്ടോ. അപ്പോൾ അതിൽ തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസണെ വരവേൽക്കുന്ന ഒരു ചെറിയ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഈ ഒരു ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരം ഒരു 4 മണിയോടെയാണ് കേട്ടോ. 4 മണിയോടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒരു 1 മണി 2 മണി വരെ ആട്ടോ ഈ ഒരു പ്രോഗ്രാമുകൾ നീണ്ടുപോകുക. ഇനി ഈ കാണുന്ന പോലെ വഴിനീള സ്റ്റാളുകളാട്ടോ ഇവർ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റാളുകളിൽ പല നാട്ടിൽ നിന്നുള്ള സാധനം ഉണ്ട് കേട്ടോ. ഇറ്റലിയിലെ തന്നെ സൗത്തിലെയും നോർത്തിലെയും ഒക്കെ സാധനങ്ങൾ ഇവിടെ വരുന്നതാണ്. എനിക്കണ്ട മറ്റൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചൂരൽ കൊണ്ട് അവർ കൊട്ടകൾ കെട്ടുന്നതാണ്. ഇതിനകത്ത് കൂടുതലായിട്ടും കെട്ടുന്നത് പൂക്കൂടുകളും മറ്റും ആട്ടോ. അപ്പം നല്ല ഭംഗിയിൽ അവരിരുന്ന് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ മുതൽ മുന്നോട്ടങ്ങോട്ട് പൂച്ചെടികൾ മാത്രമാട്ടോ. പല ഇനത്തിലും പല കളറുകളിലുള്ള നല്ല ഭംഗിയുള്ള ചെടികളാട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ചെടികളൊക്കെ വെറും 2 യൂറോ 1.5 യൂറോയിലൊക്കെ ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോന്നായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച് റേറ്റ് മാത്രം ഇതിനൊക്കെ കൊടുത്താൽ മതി. ഇനിയുള്ളത് പച്ചക്കറികളുടെ സെക്ഷനാണ് കേട്ടോ. തൈകളും ഉണ്ട്, കൂടെ അതിൻ്റെ വിത്തുകളും കൂടി അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാളായിരുന്നു കേട്ടോ. ഒറിജിനൽ നമ്മൾ പൂവിൻ്റെ ഇതളുകൾ അല്ലെങ്കിൽ പൂക്കൾ അതിൻ്റെ മൊട്ടുകളൊക്കെ വെച്ചിട്ട് മാലയും കമ്മലൊക്കെ അവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയിലാട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയായിരുന്നേ. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും 1-2 സാധനം ഇതിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. പിന്നെ കുഞ്ഞു കുട്ടികൾക്കായിട്ട് ഒരു ചെറിയൊരു മാജിക് ഷോയും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു ഫെസ്റ്റിവലിലെ കാഴ്ചകൾ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരോടും ബൈ.